ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മറ്റ് വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, BSSന്റെ 71ാം സ്ഥാപക ദിനം ഉചിതമായ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിധം ഇതിനാൽ അറിയാമല്ലോ. ഈ അവസരത്തിൽ BSSനെ പറ്റി 2 വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 1952 ഓഗസ്റ്റ് 15-ന് ഇന്ത്യയിലെ സാധാരണക്കാരുടെ പിന്തുണയും താല്പര്യവും ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രം കെട്ടിപ്പടുത്തുവാനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശ്രദ്ധേയമായ പുരോഗമന സംരംഭത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇതൊരു അഭിമാനകരമായ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. BSS എന്നത് ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി തീരുമാനിക്കുകയും ആസൂത്രണ കമ്മീഷൻ സമാജം സ്ഥാപിച്ച് ജനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം ആരംഭമായി മാറ്റുകയും ചെയ്തു. ഇതിന്റെ ആദ്യ ചെയർമാൻ എന്നത് ഇന്ത്യൻ ഭരണചരിത്രത്തിൽ BSSന്റെ സ്ഥാനം വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. 1952 ജൂൺ 22-ന് ശ്രീ ഗുൽസാരിലാൽ നന്ദ BSS രൂപീകരിക്കുന്നതിന് കരട് ഭരണഘടനാ ആസൂത്രണ കമ്മീഷന് മുമ്പാകെ അവതരിപ്പിച്ചപ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലെയും ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ വികസനത്തിനുള്ള സന്നദ്ധ പ്രവർത്തനം ഈ ഭരണഘടനയിൽ നിയമാനുസൃതമായി ഓഗസ്റ്റ് 12-ന് നിർദ്ദേശിച്ചു. 1952 പഞ്ചവത്സര പദ്ധതിക്കായുള്ള ബഹുജന സഹകരണ സമിതിക്ക് മുമ്പായി പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു BSS എന്ന പൊതു പങ്കാളിത്ത പ്രസ്ഥാനത്തിന്റെ രൂപീകരണം പ്രഖ്യാപിച്ചു. അങ്ങനെ BSS വിവിധ രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാക്കി. ഭാരത് കർഷക സമാജ്, ഭാരത് സ്റ്റുഡൻസ് മൂവ്മെന്റ്, ഭാരത് യുവ സമാജ്, ഭാരത സൈനിക വെൽഫെയർ കൗൺസിൽ, ഭാരത് വുമൻ കൗൺസിൽ, ഭാരത് ബാലവികാസ് മണ്ഡൽ, അങ്ങനെ വിവിധ രീതിയിലുള്ള പ്രോഗ്രാമുകൾ ആവിഷ്കരിച്ചു. സ്റ്റുഡൻസിന് അവബോധം വളർത്തുന്നതിനും പൗരബോധം വളർത്തുന്നതിനുമായി സാമൂഹ്യ സേവന ക്യാമ്പുകൾ നടത്തി. മുഴുവൻ പ്രവർത്തനങ്ങളുടെയും പ്രതിരോധം തടയുവാനും അവരെ സ്വമേധയാൽ പരിചയപ്പെടുത്തുവാനും ഉപദേശിച്ചുകൊണ്ടാണ് സ്റ്റുഡൻസ് കൗൺസിൽ. ഇപ്പോൾ ഒന്നൊന്നായി വിജയത്തിന്റെ ചുവടുവയ്പ്പുകൾ ഉറപ്പിച്ചുകൊണ്ട് BSS സ്കിൽ ഇന്ത്യ എംപ്ലോയേഴ്സുമായി ചേർന്ന് സ്വീകരിച്ചിരിക്കുന്ന പുതിയ ചുവടുവയ്പ്പാണ് NSDC NCVET സംവിധാനങ്ങൾ. BSS സംരംഭങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഇത് ഇന്നും നിലനിന്നു പോകുന്നു. ഗവൺമെന്റിന്റെ വികസന പദ്ധതികളുടെ വിജയകരമായ പൂർത്തീകരണം കണക്കിലെടുത്ത് BSS ആസൂത്രണ കമ്മീഷന്റെ അവയവങ്ങളായി പ്രവർത്തിക്കണമെന്ന് ശ്രീ ഗുൽസാരിലാൽ നന്ദ പ്രഖ്യാപിച്ചു. ഈ മഹത്തായ പ്രസ്ഥാനം വിദേശ ഭരണത്തിന് ശേഷം രാജ്യത്തിന്റെ പുനരുദ്ധാരണ പ്രക്രിയയിൽ ഇന്ത്യയുടെ വികസനത്തിൽ ചുക്കാൻ വെച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചെയർമാനായി ബാലചന്ദ്രൻ സാർ നയിച്ചുകൊണ്ടുവരുന്ന ഈ പ്രസ്ഥാനം 71ാം നിലവിൽ നിൽക്കുമ്പോൾ ഇനിയുള്ള കാലങ്ങളിലും ഈ പ്രസ്ഥാനം വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.